ഹായ് അമ്മൂട്ടി, ഇംഗ്ലീഷ് ഉപയോഗിക്കാതെ മലയാളം മാത്രം യൂസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് അതെ അല്ലേ? എന്ത് പറഞ്ഞാലും മലയാളത്തിന്റെ കൂടെ ഇംഗ്ലീഷ് കയറിപ്പോ. അതെ, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിൽ ഒരു വേർഡ് ഡിഫിക്കൽട്ട് കയറി വന്നേ. അപ്പൊ അങ്ങനെ പല സംഭവങ്ങളിലും ഇംഗ്ലീഷ് കയറി വരും. നിനക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഒരു വീഡിയോ മലയാളം മാത്രം ഉപയോഗിച്ചിട്ട് നീ ഒന്ന് വെൽക്കം ചെയ്ത എല്ലാവരും പറയും, കേക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ ഈ പറഞ്ഞോ ഈ പ്രോഗ്രാം പ്രോഗ്രാം അവിടെ പ്രോഗ്രാം നെക്സ്റ്റ് സ്വാഗതം. ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം. അങ്ങനെ പല കാര്യങ്ങളും ഉപയോഗിക്കാം. അപ്പൊ കണ്ടില്ലേ, ഇതാണ് സംഭവം. ഒരു ജസ്റ്റ് ഒരു വെൽക്കം ചെയ്യാൻ അല്ലെ സ്വാഗതം ചെയ്യാൻ പറഞ്ഞാൽ പോലും നമുക്ക് പറ്റത്തില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മളൊരു ജസ്റ്റ് ഒരു കുഞ്ഞു ചലഞ്ച് ഞാൻ എന്റെ അമ്മൂട്ടിക്കും കൊടുക്കുകയാണ്, അതുപോലെ ഞാനും ഏറ്റെടുക്കുകയാണ്. അതായത് ഇത് നമ്മുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് പറയുന്നത് കഥ പറയുന്ന പോലെ ആയിരിക്കണം. അതായത് ഞാനൊരു കഥ പറയുന്നു, അതിന്റെ ബാക്കി നീ പറയുന്നു. ഈ പറയുന്നതിൽ എവിടെയും ഒരു ഇംഗ്ലീഷ് വേർഡ് പോലും പറയാൻ പറ്റില്ല. നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു കഥ മെനഞ്ഞെടുക്കുകയാണ്. ഒരു 10 മിനിറ്റാണ് ടൈം. ഈ 10 മിനിറ്റിനുള്ളിൽ നമ്മളൊരു കഥ മെനഞ്ഞെടുക്കുക. ആ കഥയാണ് നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരിക്കലും ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ പാടില്ല. ഇംഗ്ലീഷ് ഉപയോഗിക്കാനും പാടില്ല. അതോടൊപ്പം ഇംഗ്ലീഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട്. ഇനി പണിഷ്മെന്റ് കൊടുക്കുന്ന സാധനം കണ്ടില്ലേ, എടുത്ത് കാണിച്ച് മുളകെല്ലാം പിടിച്ചോണ്ട് ഒരേ തൂക്കത്തിലും ഒരേ നീളത്തിലും. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ പച്ചമുളക് കഴിക്കാം, ഓക്കെ, അതല്ല എന്നുണ്ടെങ്കിൽ നാക്കുളിക്ക്. ഇനി ഇതിൽ രണ്ടിലേതെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ അതാണ് അതാണ് ടിസ്റ്റ്. അതായത് നമ്മൾ ഇതിനകത്ത് ഒരെണ്ണം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് നാക്കുളിക്ക് തിരഞ്ഞെടുക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പക്കയായിട്ട് പറഞ്ഞു തീർക്കണം. അത് തെറ്റാതെ പറഞ്ഞു തീർക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ പച്ചമുളക് തിന്നണം. ഇപ്പൊ നാക്കുളിക്കത് പറഞ്ഞിട്ട് തെറ്റിയെങ്കിൽ പച്ചമുളക് വീണ്ടും കഴിക്കണം. അതിന്റെയും കൂടെ പനിഷ്മെന്റ് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. അതാണ് ഒരു ടാസ്ക്. അപ്പം പച്ചമുളക് ആയതുകൊണ്ട് ചിലപ്പോ നമ്മൾ ശ്രമിക്കും. അതെ, ഒരു കടി അടിക്കുമ്പോഴേക്കും മതിയാവും. അതെ, അപ്പം നമുക്ക് എല്ലാവരെയും വെൽക്കം ചെയ്താലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി വന്ന എല്ലാവർക്കും സ്വാഗതം. ഇത് എന്റെ പച്ചമുളക്, എന്റെ പച്ചമുളക്. നമ്മൾ ടൈമർ വെക്കാൻ വേണ്ടി പോവാണേ. സ്റ്റാർട്ട്. അമ്മൂട്ടി, ഒരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് എല്ലാ ദിവസവും ഒരു ആഗ്രഹം, നാക്കുളിക്ക് വേണ്ട, കാരണം അത് തെറ്റിപ്പോവും. അതെന്ന് ശരിക്കും കടിക്കണം. ഒരിക്കലും മുളക് ഇഷ്ടപ്പെടാത്ത ആളാണ്. ഞാൻ ഉദ്ദേശിച്ച സാധനം അതല്ലായിരുന്നു കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ. മുത്തശ്ശനും മുത്തശ്ശിക്കും 2 മക്കളുണ്ടായിരുന്നു. ആ മക്കളാണെങ്കിൽ ഭയങ്കര വികൃതിയായിരുന്നു. അവര് ഒരു ദിവസം വിദ്യാലയത്തിൽ പോകുന്ന സമയത്ത് ഒരു പുഴ കണ്ടു. നോക്കുന്നില്ല, സമയമുണ്ട്. ആ പുഴക്കകത്ത് നിറച്ചു മീനുകൾ. അവരാണെങ്കിൽ അതിന്റെ സൈഡിലിരുന്ന് ചൂണ്ടയില് മീൻ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ വിദ്യാലയത്തിൽ പോകാൻ പറ്റാതെ അവരവിടെ മടിച്ചു നിന്നപ്പോഴേക്ക് ഇത് അവരുടെ മുത്തശ്ശി കണ്ടു. മുത്തശ്ശി മെല്ലെ വന്നപ്പോഴേക്ക് പിള്ളാരെന്തിയെ അവിടെ മീൻ പിടിക്കുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സമയം പോകില്ലേ? മീൻ പിടിക്കുന്നു. മീൻ എന്നിട്ടാകുമ്പോഴേക്കും അവര് കുറേ വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെ പിള്ളേര് കരഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴേക്കാണ്ടേ എന്തുവാ, ഫിഷ് കറി. ഫിഷ് കറി. നീ ശരിക്കും അത് ആക്കി പറഞ്ഞതാണോ? ഫിഷ് കറി അതാ? മീൻ കറിയാണോ ഉദ്ദേശിച്ചത്? ഒരു കഥ പറഞ്ഞ് പകുതി ആവുമ്പോഴത്തേന് കണ്ടിന്യൂ ചെയ്യാൻ പാസ് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നീ മാത്രം കഥ പറഞ്ഞോണ്ടെങ്കിൽ ആൾക്കാർക്ക് ബോറടിക്കാൻ തുടങ്ങും. റെഡി, 2 മിനിറ്റ് ആയി. ഓക്കെ,
അപ്പൊ ഞാൻ ജയിച്ചു. കടിച്ചോ? എന്ത് ജയിക്കാൻ? ഫിഷ് കറി പറഞ്ഞിട്ട് കടിക്കുക, എന്തെങ്കിലും നാക്കുളിക്കോ? ഏതാ വേണ്ടേ? റെഡ് ബൾബ് ബ്ലൂ ബൾബ് 10 വട്ടം പറയണം. ഓക്കെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, 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 റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ഞാൻ മാത്രമേ കഴിച്ചോളൂ. മുത്തശ്ശിയും പിള്ളേരും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നല്ല മീൻകറിയും കൂട്ടി ഒരു ചോറ് കഴിക്കാന്ന് അവര് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മുത്തശ്ശന്റെ കടന്നുവരവ്. മുത്തശ്ശൻ വന്നുകൊണ്ട് മുത്തശ്ശൻ ഒരു കഥ പറയാൻ വേണ്ടി തുടങ്ങി. ഈ കഥ കേട്ട് പിള്ളേരെല്ലാം ഉറങ്ങി. നാളത്തെ ദിവസമാണ് ഇവരുടെ മെയിൻ ദിവസം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. കണ്ടിന്യൂ. നിന്റെ കഥ പറ. പോട്ടെ, 3 മിനിറ്റ്. നാളത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അതായത് മുത്തശ്ശിയുടെ ബർത്ത്ഡേ. കടിച്ചു നാക്കുളിക്ക് ഇതോ ടെസ്റ്റ് ചെയ്ത് നോക്കണേ എനിക്ക് വേണ്ടി. 3 മിനിറ്റ് ആയിരുന്നു. നല്ലോണം കടി. അയ്യോ, മുത്തശ്ശിയുടെ പിറന്നാൾ ദിവസം മുത്തശ്ശിക്കൊരു സമ്മാനം കൊണ്ടുവന്നു. ആരും കൊതിച്ചു പോകുന്ന അത്രയും വലിയൊരു സമ്മാനമാണ്. ഈ സമ്മാനം കണ്ട് കുട്ടികളെല്ലാം സ്കൂളിൽ പോവാതെ ഇരുന്നു. അപ്പോഴത്തേനാണ് സ്കൂളിൽ പോകാതെ ഇരുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഞാൻ ഇതെന്താ വെറുതെ കടിച്ചോ ആക്കുവാണേ. തീർച്ച പറ്റുന്നില്ല. എനിക്ക് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഞാൻ എന്റേതായിട്ട് ഞാൻ അങ്ങനെ സമ്മാനം നോക്കി നിന്നു. സമ്മാനത്തിൽ ഇത് പിന്നെ നാക്കുന്നുണ്ടോ? ചുമ വന്നതാ. ആ സമ്മാനത്തിൽ നിറയെ മറ്റേ ബൾബുകളായിരുന്നു. പിന്നെ ബൾബ് ഇംഗ്ലീഷ്. ബൾബിന് പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? അതാണ്. എന്താ ഇപ്പൊ ടോയ്സ് എന്ന് പറയണോ? അത് ഇംഗ്ലീഷ് ആണല്ലോ. ഇനി എന്ത് പറയുന്നു? അങ്ങനെ ബൾബ് പറയ്, കടിക്ക്. അല്ലെ നാക്കുളിക്കോ? എന്റെ നാക്കിൽ ഇനി വരുമല്ലോ നാക്കുളിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇത് കടിക്കുന്നത് കേട്ടോ. ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. ഈ സമ്മാനം കണ്ട് കുട്ടികളെല്ലാം അമ്പരന്ന് നിൽക്കുമ്പോൾ അവർ വിദ്യാലയത്തിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവർ അന്നേ ദിവസം വീട്ടിലിരുന്ന് അവരെല്ലാരും കൂടെ കളിക്കാൻ പോയി. പാടവരമ്പത്താണ് കളിക്കുന്നത്. കളി കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് കൂടെയുള്ള കൂട്ടുകാരെല്ലാം പറഞ്ഞു എന്നെയും കൂടെ കളിപ്പിക്കാവോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിച്ച ദിവസമായിരുന്നു അന്ന് രാത്രി അവർ ഉറങ്ങാൻ വന്ന് കിടന്നു കഴിഞ്ഞ് നാളെ എണീറ്റ് വീണ്ടും അവർക്ക് എവിടെ പോണം? പള്ളിക്കൂടത്തിൽ പോണം. അങ്ങനെ പള്ളിക്കൂടത്തിൽ പോകുന്ന സമയത്താണ് ടീച്ചർ മുന്നിൽ വരുന്നത്. ടീച്ചറിനെ കണ്ടു. സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. കഥയില് ഒഴുകിയല്ലേ. കാരണം എനിക്ക് പോയത് എനിക്ക് മനസ്സിലായി, ഇവക്ക് മനസ്സിലായി. രണ്ടാമത് ഞാൻ ടീച്ചർ തിട്ടത്. തെറ്റുണ്ടേലും തീർത്തി അവിടെ മുളക് അടിക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. മുളകല്ല, നാക്കുളിക്കുക. മുളക് ഓക്കെ, നാക്കുളിക്ക്. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. ഇത് പറയണം 10 വട്ടം. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു, ചത്ത തത്ത പച്ച. നീ എന്നെ കൂടെ നേരത്തെ ഒരെണ്ണം കടിച്ചാ മതിയായിരുന്നു. ഇപ്പൊ 2 പ്രാവശ്യം കടിക്കണം. ഒരെണ്ണല്ല, ഇതിന്റെ തെറ്റിയതും കൂടെ കടിച്ചു തീർക്കണം. ഇതിലാരാണോ തീരുന്നത് അവരാണ്. എന്നിട്ടാകുമ്പോഴേക്ക് എവിടെയാ എനിക്ക് നിർത്തിയെന്ന് ഓർമ്മയില്ല. ടീച്ചറിനെ കണ്ടു. ടീച്ചറിനല്ല, അധ്യാപകൻ. അവിടെ നിന്നിട്ട് പറഞ്ഞു. അധ്യാപകനെ കണ്ടതിന് ശേഷം പിള്ളേരാകെ പേടിച്ച് വിറച്ചു നിന്നു. അപ്പോഴേക്ക് ഇതാ പാസ്. കഥ കിട്ടുന്നില്ല. ആണോ? അപ്പോഴത്തേക്ക് ഇതാ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന PT മാഷ് അത് ഒഴി വരുന്നു. PT എന്ന് പറഞ്ഞത് ഒരു സബ്ജക്റ്റ് അല്ലേ? അങ്ങനെ അധ്യാപകൻ വന്നപ്പോഴേക്ക് പിള്ളേർക്ക് കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി.
സ്കൂളിലൊന്നും ഇവര് പഠിക്കാനൊന്നും കയറാറില്ല കേട്ടോ. മുത്തശ്ശി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വേർഡല്ലേ? ഞാനിത് കേട്ടില്ല. അത് കേൾക്കാത്തോണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് എനിക്ക് കടിക്കേണ്ട ആവശ്യം. അത് പറ്റൂല. എന്തെങ്കിലും സെലക്ട് ചെയ്തേ പറ്റൂ. അതെന്തിന്? എന്തെങ്കിലും സെലക്ട് ചെയ്തേ പറ്റൂ. സമയം തീരാറായി. എന്തെങ്കിലും സെലക്ട് ചെയ്ത് കഥ പൂർത്തിയാക്കി. ഇതിന് ക്ലൈമാക്സ് വേണ്ട എന്തായാലും. അയ്യോ, മൂർത്താവിലെത്തി തുടങ്ങി. അപ്പം നീ എവിടെയാ പറഞ്ഞാത്തെ? അവിടെ എത്തി. അവിടെ എത്തി. എവിടെ എത്തി? കളി കാണാൻ തുടങ്ങിയപ്പോഴത്തേന് അവർക്ക് ക്ലാസ്സിൽ കയറണം എന്ന് ആഗ്രഹം തോന്നി. ക്ലാസ് നീ കടിക്കാൻ കഴിയുന്നില്ല. എന്നാ മറ്റേത് പറ. ഏത്? കരഞ്ച്. പത്തനാപുരത്ത് 10 തത്ത തത്തു തത്ത ചത്ത 10 ഇവൻ കടി മേടിച്ചാണ്. ക്ലാസ്സിൽ കയറി. ക്ലാസ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു, നീ അടുത്തോട്ട് പറ. അങ്ങനെ റൂമിൽ കയറി. റൂമില്ല, കടി കറി കടി കറിയല്ല കറിയല്ല കടി കടി. സമയം തീരാറായി. മുത്തശ്ശീല കഥയിലേക്ക് റിട്ടേൺ അടി. മുത്തശ്ശീനെ കണ്ടു. മുത്തശ്ശി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് നിന്നു. പിള്ളേരെ കാണാൻ പറ്റുന്നില്ലല്ലോ പറഞ്ഞിട്ട് മുളക് അടിച്ച് കരച്ചിലായി. പിന്നെ പിള്ളേർക്കെല്ലാം സങ്കടമായി. പിന്നെ മുളക് തിന്നാനായി അസുഖമായി. എത്ര മിനിറ്റായി? 10:56. തീർന്നോ? ഞാൻ സ്റ്റോപ്പ് അടിക്കാം. 10 മിനിറ്റ് ആയി കേട്ടോ. എന്റെ അമ്പോ കാക്കമോളെ കറക്കി ഞങ്ങളുടെ മുളക് തിന്ന് കണ്ടിട്ട് അവള് പറയാം അവക്കും വേണമെന്ന് ചോദിച്ചോണ്ടിരിക്കാൻ തരില്ല. നിനക്ക് കൊന്നാലും തരില്ല. കേട്ടില്ലേ? സംഭവം ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നമ്മൾ ഈ ഒരു വീഡിയോ തുടങ്ങുമ്പോഴത്തേന്, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ഞാൻ പ്ലാൻ ആക്കിയപ്പോഴത്തേന് അമ്മനോട് ഞാൻ വന്ന് പറഞ്ഞു, നമുക്ക് മലയാളം മാത്രം സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത് ഇവിടാണ് കേട്ടോ. നമുക്കൊരു സ്റ്റോറി ടെല്ലിംഗ് ഇതിനകത്ത് പ്ലാൻ ചെയ്യാം. ആ സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെ മലയാളത്തിൽ രൂപീകൃതമാക്കാം എന്നാണ് പറഞ്ഞത്. അതെ. പക്ഷെ ഈ എരിവിന്റെ ഇടയ്ക്ക് കഥ ശ്രദ്ധിക്കാനും പറ്റുന്നില്ല. പിന്നെ എന്തുവാ, കഥ അങ്ങോട്ട് ശരിയാകുന്നില്ല. ഒന്നും ശരിയാകുന്നില്ല. എല്ലാം കൈവിട്ടുപോയി. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് ഞങ്ങള് ഇന്ന് ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഇങ്ങനെ മലയാളം മാത്രം സംസാരിച്ച് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അതിന്റെ കൂടെ തന്നെ ഈ സ്റ്റോറി ഫുൾഫിൽ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയത്. നടക്കുന്നില്ല, കാരണം കയ്യിൽ നിന്ന് വിട്ടുപോയി പലതും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നാക്കുളിക്കത് കേട്ടോ, സോറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോയും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ഓൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവരും യാത്ര പറഞ്ഞാലോ. അപ്പൊ ഞങ്ങൾക്ക് പോകാൻ സമയമായി. ഞങ്ങൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇത്രയും നേരം ക്ഷമയോടെ കണ്ടിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അല്ലേ? അപ്പം നാളത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും വരിക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. അപ്പം വീണ്ടും കാണുന്നവരെ